ദൈവവിശ്വാസം എത്രത്തോളം? വിശ്വാസം ലിമിറ്റിലാണ്. ഞാൻ പറഞ്ഞത് രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് ഫാക്ടറി വരുന്ന മുമ്പ് ഞാൻ വിളക്ക് വെച്ചിട്ട് ഇറങ്ങാറുണ്ട്. അതുപോലെ വൈകിട്ട് നേരത്തെ ചെല്ലുകയാണെങ്കിൽ വിളക്ക് വയ്ക്കാറുണ്ട്. അമ്പലങ്ങളിൽ പോക്ക് വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇപ്പൊ നാട്ടിൽ പോയാലും ഗുരുവായൂർ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫാമിലിയോടെ പോയാലും പുറത്തുനിന്ന് തൊഴുതു വരും. കൂടുതൽ പോകാനായിട്ടുള്ള തിക്കും തിരക്കും കാരണം എന്തിനാണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് തൊഴുതു വരും. അങ്ങനെയാണ്. പിന്നെ ഇവിടെ പല അമ്പലങ്ങളിലും പല പ്രസ്ഥാനങ്ങളിലും നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ മെയിൻ പോസ്റ്റിലുണ്ട്. ഇപ്പൊ അവിടെ ആയാലും അവിടെ 2 കൊല്ലം ഞാൻ പ്രസിഡന്റ് ആയിരുന്നു. അവിടെ സെന്റ് ഇപ്പൊ ട്രസ്റ്റിയിലുണ്ട്. പിന്നെ തൊട്ടാപ്പുറത്ത് SMCന്റെ കോളേജ് വരുന്നുണ്ട്, അവിടെ സ്കൂൾ വരുന്നുണ്ട്. അതിലത്തെ കമ്മിറ്റിയിൽ മെയിൻ ആളാണ്. പിന്നെ അവിടെയുണ്ട്. അപ്പൊ മെയിൻ പ്രസ്ഥാനങ്ങളൊക്കെ ഇരിക്കില്ല. പിന്നെ നമ്മുടെ സമയക്കുറവ് ഒരുപാടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പല സമയങ്ങളിലും അവർ പല സമയങ്ങളിലും വരാൻ പറ്റുന്നുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗിൽ ഇപ്പോ നമ്മുടെ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ കുമാർ നാളെ രാവിലെ എത്തണം 10 മണിക്ക്, ഞാൻ പുറത്ത് പോകണം, നാളെ 10 മണിക്ക് എത്തിയേ പറ്റൂ. അപ്പൊ അതിന് കൂടുതൽ ഞാൻ അതിന് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ജീവിതം, നമ്മളുടെ എല്ലാവർക്കും അതാണ്. അപ്പൊ അതിന് കൂടുതൽ സമയം നമ്മൾ ചെലവാക്കും. സാറിന്റെ വിശ്വാസത്തെ കുറിച്ച്? എന്റെ വിശ്വാസം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ശക്തിനെയാണ് ദൈവം എന്ന് പറഞ്ഞ് കാണുന്നതെന്നാണ് ഞാൻ എൻ്റെ കാൽക്കുലേഷൻ. പ്രകൃതിയുടെ ശക്തി അത് തീർച്ചയായിട്ടും അതൊരു മാനുഷികമായിട്ടുള്ള കൺട്രോളിനേക്കാൾ വളരെ ഉന്നതമാണ്. അതിനെ പലരും പല ദൈവമായിട്ട് കാണുന്നു എന്നല്ലാതെ അതിനുവേണ്ടി സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകണമെന്നോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. നാട്ടിലായിരുന്നു സ്ഥിരമായി അമ്പലത്തിൽ പോയിരുന്നു, അതിന് സൗകര്യവും സമയവും ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് അങ്ങനെയല്ല. എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി, നമ്മുടെ പ്രവൃത്തിയാണ് ദൈവം. നമ്മുടെ പ്രവൃത്തിയിലെ നല്ല വശങ്ങൾ ദൈവത്തിനുള്ള പ്രാർത്ഥനയും ചീത്ത വശങ്ങൾ ദൈവത്തിനുള്ള നിന്നയുമാണ്. അപ്പൊ അതിനുള്ള ഗുണവും ദോഷവും നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് ദിവസവും കിട്ടും. നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും വലിയ പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥന അതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോകാമെന്നുള്ള പോവാറുണ്ട്, സമയം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര വിശ്വാസം കുറവുമില്ല. ഇല്ല, തീർച്ചയായിട്ടും. പറഞ്ഞല്ലോ, പ്രകൃതി എന്ന ശക്തി, അതിനെ നമ്മൾക്ക് പ്രപഞ്ചനാഥനെ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഒരു ലോകരക്ഷിതാവിനെ, അതിനെ നമ്മൾ ഒരിക്കലും വ്യതിചരിക്കാൻ പാടില്ല. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സാറിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ പറഞ്ഞല്ലോ, നാട്ടില് ഇപ്പൊ എനിക്കൊരു നാട്ടിലൊരു ഇൻഡസ്ട്രി തുടങ്ങണം എന്നുള്ളത് എന്റെ വളരെ കാലത്ത്. ഈ ഇൻഡസ്ട്രി തുടങ്ങി 1-2 കുറഞ്ഞപ്പോഴുള്ള അന്നോട്ടുള്ള ആഗ്രഹങ്ങളാണ് എനിക്ക്. പക്ഷെ അന്നത്തെ നമ്മുടെ ഫൈനാൻസ് ലെവലും അതുപോലെ നാട്ടിലത്തെ സ്ഥിതികളും അതിന് മാച്ചായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ വിശ്വംഭായി പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് അവിടുത്തെ കൾച്ചർ ഒന്ന് ചേഞ്ച് ആയി തോന്നി. അപ്പൊ അവിടെ എന്തെങ്കിലും ഇൻഡസ്ട്രി തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്റെ ഫസ്റ്റ് പ്ലാനിങ് അതാണ്. ഇപ്പൊ ഇൻഡസ്ട്രി അതാണ് ഒരു വലിയ ആഗ്രഹം. അത് എത്ര കൊണ്ട് സക്സസ് ആവും അത് മസ്റ്റ്, അത് കുറെ പിന്നീടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇൻഡസ്ട്രി തുടങ്ങുന്നത് ഞങ്ങൾ 100% വിചാരിച്ച് കൺഫേം ചെയ്ത് വെച്ചേക്കണം. അതിന്റെ പുറകിൽ ഞങ്ങൾ പലവട്ടം അതിനുവേണ്ടി മാത്രം നാട്ടിൽ വന്നിരുന്നു. അതിനുവേണ്ടി മാത്രം നമുക്ക് അതിന്റെ ഫോർമാലിറ്റീസ് അവിടെ അവര് ഞങ്ങൾക്ക് തരാൻ വേണ്ടി വളരെ ഇൻട്രസ്റ്റഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് സൈഡില് ഇപ്പോൾ മഹാരാഷ്ട്ര, ഈ ഗുജറാത്ത് ഒഴിച്ച് ഈ പ്രൊഡക്റ്റ് ആരും ഉണ്ടാക്കുന്നില്ല, ഇത്രയധികം പ്രൊഡക്ട്സ് എഞ്ചിനീയറിംഗ്. അപ്പൊ അവരും വളരെ ഇൻട്രസ്റ്റഡ് ആണ് തരാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെ സ്ഥലം അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കൂട്ടി കിടക്കുന്ന ഫാക്ടറികളാണ് അവർ റിക്കവർ ചെയ്തേക്കുന്നത് ഗവൺമെന്റ്. അപ്പൊ അതെല്ലാം വളരെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. അപ്പൊ 660 സെന്റ് 40 സെന്റ് ഞങ്ങൾക്ക് അത് വയബിളല്ല. ഞങ്ങൾക്ക് 1 ഏക്കറിലും മേലെ മിനിമം വേണം. അപ്പൊ അതിനുവേണ്ടി അവര് 60 ആണെങ്കിൽ 2 പ്ലോട്ട് ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസം മുമ്പ് വരെ പോകണ്ടായിരുന്നു. അവർ ശ്രമിക്കുന്നുണ്ട്, കിട്ടുമ്പോൾ പ്രതീക്ഷയിലുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലെല്ലാവർക്കും അതൊരു ഗുണകരമായിരിക്കുമല്ലോ. നമ്മുടെ നാടിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും. ഞങ്ങളുടെ ഫാക്ടറിയിലൂടെ എനിക്ക് ഏവറേജിൽ 40 പേര് ജോലി ചെയ്യുന്നുണ്ട്. അവിടെ റിലേറ്റഡ് ഒരുപാടുണ്ട്. ഇപ്പൊ വണ്ടികളായാലും ചായക്കാരായാലും അങ്ങനെ റിലേറ്റഡ് പലർക്കും അങ്ങനെ പല ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരുപാട് പേര് അതിനെ ചുറ്റുപാടുള്ളവര്. അതായത് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് തന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് വളരെയധികം പേര് വർക്ക്. ചെറിയ ലൈറ്റ് ഡിവിഷൻ
ലെയ്ത്തിൽ കൊടുക്കും, കോൺട്രാക്ടേഴ്സ് അവരുടെ കീഴിലുള്ള ഒരുപാട് പേര് അങ്ങനെ വളരെ ഒരു വ്യവസായത്തെ ചുറ്റിപ്പറ്റി അതിന്റെ അനുബന്ധമായ സ്ഥാപനം. ലൈറ്റ് മെഷീൻ കൊണ്ടിരിക്കുന്ന ഒരു 3 പേർക്ക് ഞങ്ങളുടെ മാത്രം വർക്കാണ് നടക്കുന്നത് പുറത്ത്. തീർച്ചയായും അവരൊക്കെ ഞങ്ങളെ ഡിപ്പെൻഡ് ആണ് ടോട്ടലി. അല്ല, ഈ മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നോക്കിയാൽ തന്നെ ചെറിയ 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 കടകള്, ചായപ്പീടികള് ഒക്കെ ഇതെല്ലാം ഈ ഒരു വലിയ ഇൻഡസ്ട്രി ഉള്ളത് കൊണ്ടാണ്. ഈ ഇൻഡസ്ട്രിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്താണ് ഒരു ചായപ്പീടിക, ചെറിയ സിഗരറ്റ് ഷോപ്പ്, ഇങ്ങനെയുള്ള. ഞങ്ങളുടെ ആവറേജ് ചായ കൊണ്ടുവരുന്ന ലാഭത്തിന് ചായ കൊണ്ടുവരുന്ന 4000-4500 പെർ മന്ത് ആവറേജ് അവരുടെ ബില്ല് വരുന്നുണ്ട്. സ്റ്റാഫിനൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ചായ, ഓഫീസിൽ നിന്ന് ചായ ഉണ്ടാക്കും. എന്നാൽ ഇത് പുറത്തുള്ള ബില്ല്. അതിപ്പോൾ ടെമ്പോക്കാർ ചെറിയ 3 വീലറിന്റെ ടെമ്പോക്കാരനാണെങ്കിൽ 6500-7000 പെർ മന്ത് അവരുടെ ബില്ല. വലിയ വണ്ടികളുടെ വേറെ, ചെറിയ നോർമലായിട്ട് ഇൻസൈഡിൽ ഇറങ്ങുന്ന ആൾക്കാർ. അപ്പൊ എല്ലാ റിലേറ്റഡ് ആൾക്കാർക്ക് ഒരു വിജയം ഉണ്ടാകുന്നത് ഒരാൾക്ക് മാത്രമല്ല, ഒരു നാടും നഗരവും ഒക്കെ ഉള്ള ഒരു സമൂഹം. നമ്മുടെ എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റ് നമ്മളിപ്പോൾ പാലക്കാട് തുടങ്ങുകയാണെങ്കിൽ നമ്മളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വളരെയധികം ചെറിയ 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 യൂണിറ്റുകൾക്ക് സാധ്യതകളുണ്ട്. കാരണം നമുക്ക് ഈ എല്ലാ വർക്കുകളും ഇപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊന്നും നമുക്ക് ഇവിടെ കോർഡിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് കൊടുക്കാം സബ് വർക്കായിട്ട്. അപ്പോൾ വളരെയധികം പേർക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് പരോക്ഷമായിട്ട്, പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് ഒരു 10-20 പേരാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുണ്ടെങ്കിലും പരോക്ഷമായിട്ട് ഒരു 100-200 പേർക്ക് വർക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യത ഇവിടെ നടക്കുന്നുണ്ട്. നാട്ടിലുള്ള നമ്മുടെ എല്ലാ ജനങ്ങൾക്കും കൂടി ഇത് എന്റെ ഒരു പ്രാർത്ഥനയാണ്. അല്ലാണ്ട് ഇതല്ല. എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ലെവലിലായാലും പൈസ വരുന്നു എന്നെങ്കിൽ ഇൻഡസ്ട്രി വേണം. അത് മസ്റ്റാണ്. അത് ഇത്രയും നാളത്തെ ജോലിക്കാർക്ക് മാത്രമല്ല, ഗവൺമെന്റിൽ പൈസ വരണമെങ്കിൽ ഇൻഡസ്ട്രി വേണം. അതാണ് അതിനുള്ള സാഹചര്യം കേരളത്തിൽ ഒരുക്കി കൊടുക്കുക. അതാണ് കേരള ഗവൺമെന്റ് ജനതയും ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. സത്യമാണ്. ഒരുപാട് താങ്ക്സ്. കാരണം തിരക്കേറിയ ഈ ഒരു കാര്യത്തിൽ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ഉയരങ്ങളിലേക്ക് അവരുടെ കഴിവുകൾ നമ്മുടെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ചന്ദ്രയാൻ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത മലയാളി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ചന്ദ്രയാൻ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത മലയാളി ആരാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.